ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വന്ദനമ്മേ മോളെ മോളെ വേണ്ട. അല്ല ഇതാര്? ദേവിക മോളോ? വാ ഇരിക്ക്. ഒന്ന് വിളിച്ചു ചോദിച്ചിട്ട് വരായിരുന്നു. നമ്മുടെ വരവ് എപ്പോഴും സർപ്രൈസ് ആയിരിക്കണം. അതാ മുൻകൂട്ടി വിളിച്ചു പറയാത്ത. എന്നാ നീ സർപ്രൈസ് കൊടുക്കാൻ വന്ന ആള് ഇന്നും ഇവിടെയില്ല. അവൻ പുറത്തു പോയിരിക്ക. മനസ്സിലായി. അമ്മയ്ക്ക് എന്തോന്ന് മനസ്സിലായിന്ന്? ഞാനേ ശ്യാമന്റെ ലൈബ്രറിന്ന് കുറച്ച് പുസ്തകങ്ങൾ എടുക്കാനാ വന്നത്. എന്നാ നീ തന്നെ പോയി പുസ്തകം എടുത്തോ. അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ നിനക്കുണ്ടല്ലോ. ആ ഉണ്ട്, സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഏതോ നോവലിൽ വായിച്ച ഒരു പ്രയോഗമുണ്ട്, ചാത്തനാടിയ കളമെന്ന്. അതുപോലെയാ ശ്യാമന്റെ ലൈബ്രറിയുടെ കിടപ്പ്. നേരം വെളുത്താലും പുസ്തകം കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്നാ ശ്യാം വരുന്നത് വരെ കാത്തിരിക്കേ രക്ഷയിടൂ. ആ അതിനേക്കാൾ ഭേദം വീട് പിടിക്കുന്നതാ. അമ്മേ, ശ്യാമൻ ഇങ്ങനെ വിട്ടാ പറ്റില്ല. ഇപ്പോഴും ഒരു നെവർ മൈൻഡ് ചിന്താഗതി ശരിയാകില്ല. ജീവിതം സിസ്റ്റമാറ്റിക് ആവണം. അതിന്റേതായ അടുക്കും ചിട്ടയും ഒക്കെ പഠിക്കണം. അതിനൊക്കെ അമ്മയാ മുൻകൈ എടുക്കേണ്ടേ. അത് കൊള്ളാം. ഭർത്താവിന്റെ കാര്യങ്ങളിൽ അമ്മായിയമ്മ ഇടപെട്ട് പോകരുതെന്നാ സാധാരണ മരുമക്കളൊക്കെ പറയുന്നേ. അല്ല നീ എന്താ തിരിച്ചു പറയുന്നേ? അതെ, എനിക്ക് അമ്മായിയമ്മ പോലും ഇഷ്ടമല്ലാത്തതുകൊണ്ട്. എന്റെ പൊന്നു മോളെ, ഇനി ഈ വയസ്സുകാലത്ത് മോന്റെ കാര്യത്തില് പുതിയ ക്രമീകരണങ്ങളൊന്നും വരുത്താൻ ഈ അമ്മയ്ക്ക് പറ്റില്ല. നിനക്ക് അമ്മായിയമ്മ പോര് ഇഷ്ടമല്ലെങ്കിൽ എനിക്ക് മരുമകളോട് പോരടിക്കാൻ ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് അവന്റെ എല്ലാ കാര്യങ്ങളും നീ എങ്ങ് നിറവേറ്റിയാ മതി. എന്താ? ആ വേണ്ടി വന്നു പോയേ. അമ്മേ, ശ്യാമന്റെ ദിനചര്യകൾ എന്തൊക്കെയാ ഒന്ന് കേൾക്കട്ടെ. അത് എന്നും രാവിലെ ജോഗിങ്ങിന് പോവും. അത് കഴിഞ്ഞ് ക്ഷേത്ര ദർശനം മുടക്കാറില്ല. മാസത്തിലൊരിക്കല് ഒരു വൃദ്ധസദനത്തിൽ പോവും. അവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുതല് അത്താഴം വരെ ആ വൃദ്ധസദനത്തിലെ അന്തേവാസികളോടൊപ്പം ആയിരിക്കും. സാധുക്കളെ കൈ അയച്ച് സഹായിക്കുകയും ചെയ്യും. ഇതൊക്കെയാ നിലവിലുള്ള ചിട്ടകൾ. ഇതില് വല്ലതും മാറ്റാനോ കൂട്ടിച്ചേർക്കാനോ ഉണ്ടെങ്കിൽ അതൊക്കെ മോളുടെ യുക്തി പോലെ ആവാം. പൊയ്ക്കളരുത്. ശ്യാം വന്നിട്ട് മോൾക്ക് ഇഷ്ടപ്പെട്ട പുസ്തകമൊക്കെ എടുത്തിട്ട് ഊണൊക്കെ കഴിച്ചിട്ട് പോയാ മതി. പാർക്ക്, ക്ഷേത്രം, അനാഥാലയം, ഇത് മൂന്നുമാണ് ശ്യാം പോകാറുള്ള പ്രധാന ഇടങ്ങൾ. അമ്മു പറഞ്ഞതുപോലെ ഈ സ്ഥലങ്ങളിൽ മുൻകൂട്ടി എത്തണം. എന്നിട്ട് യാദൃശ്ചികമായി വന്നുപെട്ടതുപോലെ ശ്യാമിന്റെ മുന്നിൽ എത്തിപ്പെടണം. പിന്നെയൊക്കെ മനോധർമ്മം പോലെ. എന്തായാലും ശ്യാമിനെ പോലെ ഒരുത്തനെ അങ്ങനങ്ങ് വിട്ടുകളയാൻ പറ്റില്ല. ഇതാര്? ജഗനും വന്ദനയോ? ഇവിടെ ഒരാള് വന്ദനാമ്മയെ കാണാൻ വയ്യാതെ ശ്വാസം മുട്ടി നിൽക്കുകയായിരുന്നു. എവിടെയാ കുരുത്തം കെട്ടവള്? ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ. ദിയമോളെ, ദേ നീ അന്വേഷിച്ച ആളെത്തി. അച്ഛാ, ഞാനിപ്പോ നിങ്ങളുടെ കാര്യം ആലോചിച്ചതേ ഉള്ളൂ. അതാണ് അച്ഛൻ മനപ്പൊരുത്തം. അച്ഛൻ ആലോചിച്ചപ്പോഴേക്കും ഞങ്ങളിങ്ങെത്തിയല്ലോ. മോളെ, നിങ്ങൾ ഒരുമിച്ച് വന്നപ്പോ വീണ്ടും പഴയതുപോലെ ഒരേ മനസ്സുള്ളവരായിരുന്നെങ്കിലെന്ന് അമ്മ ചിന്തിച്ചു പോയി.
വന്ദനമ്മേ. വന്ദനമ്മേ. മോളെ മോളെ വേണ്ട. വേണ്ട, എന്നെ തൊടണ്ട. മോളെ വേണ്ടെന്ന് പറഞ്ഞില്ലേ? മോളെ മോൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങള്. എനിക്ക് ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായമ്മേ. ജഗനല്ല രാജീവ് സാറിന്റെ മരണത്തിന് കാരണമെന്ന് എനിക്ക് മനസ്സിലായി. മോളെ അതെ അമ്മേ. ജഗൻ ഓടിച്ച വണ്ടി ഇടിച്ചായിരുന്നു അപകടം സംഭവിച്ചതെങ്കിൽ ജഗനും അതിനകത്തിരുന്നവർക്കും ഗുരുതരമായി പരിക്ക് പറ്റിയേനെ. ഇത് ജഗന്റെ വണ്ടി ഇടിക്കും മുമ്പ് രാജീവ് സാർ ഓടിച്ചിരുന്ന വണ്ടിയില് മറ്റേതോ വാഹനം ശക്തമായി ഇടിച്ചിരുന്നു. അതാണ് കണ്ടെത്തേണ്ടത്. ജഗൻ ഈ കേസിൽ നിരപരാധിയാ. ജഗനോട് ഹരിത ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ? പരിഭവവും പരാതിയും ഒക്കെ ഹരിതയുടെ കൂടപ്പുറപ്പാണല്ലോ. ഇപ്പൊ എന്തോ അടുക്കള കാര്യമാണ് പിണങ്ങിപ്പോകാനുള്ള കാര്യമെന്ന് എനിക്ക് മനസ്സിലായി. ആഹാരം കഴിച്ച പാത്രം കഴുകി വെക്കണമെന്ന് പറഞ്ഞത് ഹരിതയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് വിട് സുമിത്രയെടുത്തി, അവള് അങ്ങനെ ഒരു ടൈപ്പാ. മാനത്തെ കൊട്ടാരം